ശ്വേതാ മേനൻ എന്ന വ്യക്തി മലയാളികളെ കാണിച്ചു കൊടുത്തത്. അല്ലാതെ ഈ ഒരു വ്യക്തിൻ്റെ ഈ ഭാഗവും ഉണ്ട് എന്ന് ശ്രീയേട്ടനാണ്. വൈറലാവണ കാലമാണ് കറക്റ്റായിട്ട് വ്യക്തമായിട്ട്. അല്ല എന്ത് ഇതിന് വൈറലാവാൻ ഞാൻ റെഡിയാണ്. അതെ, എനിക്ക് ഭയങ്കര ഐ എം സോ പ്രൗഡ്. എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് തന്ന ഒരു വെഡ്ഡിങ് ഗിഫ്റ്റ് ആയിട്ടാണ് എനിക്കൊരു റിയാലിറ്റി ഷോ തന്നത്. അത് 3-4 സീസൺ നമ്മൾ ചെയ്തത് ഓൺലി ബിക്കോസ് ഓഫ് ഹിസ് വിഷനറി. മൂപ്പർക്ക് അറിയാം എൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ, മിക്ക ഹിന്ദിയും ഇംഗ്ലീഷ് എല്ലാം ആണ് വരിക. പക്ഷേ ഹീ സെഡ് അതാണ് നമ്മുടെ മലയാളികൾക്ക് അറിയേണ്ടത്, ഇതാണ് ഫ്യൂച്ചർ ജനറേഷൻ. അങ്ങനെയാണ് ശ്രീയേട്ടൻ എന്നെ ഈ മലയാളികളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ശ്വേത എനിക്ക് തിരിച്ച് ഒരു സമ്മാനം തരികയും ചെയ്തു. വലിയ അപകടമായിപ്പോയി. മഴവിൽ മനോരമയിലെ ലൈവ് പരിപാടിയിൽ എനിക്കൊന്ന് ശ്വേത ആരെയോ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു എന്നുള്ള കാര്യം ചർച്ച ചെയ്യുമായിരുന്നു. അത് സ്നേഹം കൊണ്ട് ശ്വേത മിഥുൻ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. അപ്പോൾ അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചപ്പം അപ്പം ഞാൻ ഒരു കോമഡി ഇരിക്കട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ അറിയാതെ പറഞ്ഞു നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, നമുക്കെന്താ കുഴപ്പം, ചാടി വന്ന് കെട്ടിപ്പിടിച്ച് ലൈവല്ലേ, എനിക്ക് വല്ലതും പറയാൻ പറ്റും, എന്നിട്ട് വിടുന്നില്ല. ഞാൻ ലൈവ് പോവാണ്, ലൈവ് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ ഞാൻ കുറേ പാടുപെട്ടു. താങ്ക് യു സന്തോഷം ശ്വേത, താങ്ക് യു. ഞാൻ തമാശ പറഞ്ഞ വളരെ സ്നേഹ സമ്പന്നയാണ് ശ്വേത. ഓക്കെ, താങ്ക് യു.